7 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞ് പല്ല് മുളയ്ക്കുക, ഇരിക്കുക തുടങ്ങിയ ചില പ്രധാനപ്പെട്ട പ്രവൃത്തികൾ ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. അതിനാൽ തന്നെ ഈ കാലയളവിൽ ശരിയായ തരത്തിലുള്ള പോഷണം നൽകേണ്ടത് പ്രധാനമാണ്. ഈ സമയത്ത് ബ്രസ്റ്റ് മിൽക്ക്, ഫോർമുല, കട്ടിയാഹാരം എന്നിവയിൽ നിന്നെല്ലാം ആവശ്യമായ പോഷണങ്ങൾ കുഞ്ഞിന് ലഭിക്കുന്നു. 7 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞിൻ്റെ ഡയറ്റ് ചാർട്ടിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം, 7-ാം മാസത്തെ ഡയറ്റ് ചാർട്ട്, പുതിയ ഫുഡ്സ് ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ക്ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ കുഞ്ഞുങ്ങളുടെ ആഹാരം, വെയിറ്റ് ഗെയിൻ ടിപ്സ്, ഫുഡ് ചാർട്ട്, കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങൾ, പേരൻറ്റിംഗ് ടിപ്സ്, നവജാത ശിശു പരിചരണം, അമ്മമാരുടെ സംശയങ്ങൾ ഇവയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കാം. 7 മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയെന്നാണ് നോക്കുന്നത്. 6-ാം മാസത്തിൽ നൽകിയ പോലെ തന്നെ ഈ മാസത്തിലും നമുക്ക് പഴങ്ങൾ പ്യൂരിയാക്കി തന്നെയാണ് നൽകേണ്ടത്. ആപ്പിള്, പപ്പായ, ബനാന, ചിക്കു, അവക്കാഡോ ഇവയെല്ലാം മികച്ച വൈറ്റമിൻസും നാരുകളും അടങ്ങിയ ഫുഡുകളാണ്. പുതിയതായി ഏതൊക്കെ ഫ്രൂട്ട്സ് പരിചയപ്പെടുത്താമെന്ന് നോക്കാം. തണ്ണിമത്തൻ, ഏത്തക്കായ, പിയർ, പ്ലം, പ്രൂൺസ്, സ്ട്രോബെറി, മാങ്ങ, പീച്ച്, കിവി ഇവയൊക്കെ ഈ പ്രായത്തിൽ ഉൾപ്പെടുത്താം. വെജിറ്റബിൾസ് എന്തൊക്കെയെന്ന് നോക്കാം. ചീര, കോളിഫ്ലവർ, തക്കാളി, ബ്രൊക്കോളി, വഴുതനങ്ങ ഇവയൊക്കെയാണ് പുതിയതായി ഉൾപ്പെടുത്താൻ കഴിയുന്നത്. പോഷകസമൃദ്ധമായ വ്യത്യസ്ത പച്ചക്കറികൾ ആവിയിൽ വേവിച്ച് ഉടച്ച് പ്യൂരിയായിട്ട് നൽകാം. പുതിയതായി നൽകാവുന്ന പച്ചക്കറികൾ എപ്പോഴും പ്യൂരിയായിട്ട് തന്നെ നൽകാനായിട്ട് ശ്രമിക്കുക. ഇവയൊക്കെ നേരത്തെ പരിചയപ്പെടുത്തിയ വെജിറ്റബിൾസിനോടൊപ്പം തന്നെ മിക്സ് ചെയ്തോ അല്ലാതെയോ നൽകാവുന്നതാണ്. അടുത്തതായി ധാന്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ബാർലി, നുറുക്ക് ഗോതമ്പ്, നവരയരി, അരി ഇവയൊക്കെ 7-ാം മാസത്തിൽ കൊടുത്തു തുടങ്ങാം. ഓർക്കുക, എപ്പോഴും ഉണക്കി പൊടിച്ച് വൃത്തിയായ കണ്ടെയ്നറുകളിൽ മാത്രം സൂക്ഷിക്കുക. പയർവർഗ്ഗങ്ങൾ നേരത്തെ നമ്മൾ ചെറുപയർ കൊടുത്തിരുന്നു. ഇപ്പോൾ അതിനോടൊപ്പം പ്രോട്ടീൻ റിച്ചായ കടല, മസൂർ ദാൽ ഇവയൊക്കെ കൂടി കൊടുക്കാം. എപ്പോഴും പുതിയ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. 7-ാം മാസത്തിൽ കുഞ്ഞിന് മുട്ടയുടെ മഞ്ഞക്കരു നൽകാവുന്നതാണ്. ഇത് ആരോഗ്യകരമായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഏറ്റവും നല്ല ഒരു ഫുഡാണ്. മുട്ട പ്യൂരിയാക്കി വെള്ളത്തിലോ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുലയിലോ ചേർത്ത് നൽകാം. വെള്ള ഒരു പ്രധാന അലർജൻ ആയതിനാൽ 1 വയസ്സിനോട് അടുത്ത് നൽകിയാൽ മതി. അടുത്തതായിട്ട് ചിക്കൻ അല്ലെങ്കിൽ മീറ്റ്. പേശികളുടെയും കലകളുടെയും വികസനത്തിന് പ്രോട്ടീൻ കുഞ്ഞിന് 7 മാസത്തിൽ നൽകേണ്ടത് അത്യാവശ്യമാണ്. ചിക്കന് വേവിച്ചുടച്ച് പ്യൂരിയാക്കി നൽകുന്നത് ഏറ്റവും നല്ലൊരു ഫുഡാണ്. ഹൈ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ് ഇത്. പാലുൽപ്പന്നങ്ങൾ, ചീസ്, വെണ്ണ, പനീർ പോലുള്ളവ ചെറിയ അളവിൽ കൊടുത്തു തുടങ്ങാം. എപ്പോഴും അലർജി ടെസ്റ്റ് ചെയ്യുക. 1 വയസ്സിന് മുൻപായി പശുവിൻ പാൽ ഒരിക്കലും നൽകേണ്ട ആവശ്യമില്ല. കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ നൽകാവുന്നതാണ്. ഇനി ഒരു ദിവസത്തെ ഭക്ഷണ അളവ് എങ്ങനെയെന്ന് നോക്കാം. 2 നേരമായാണ് ഈ മാസത്തിലും ഫുഡ് കൊടുക്കേണ്ടത്. 1/4 കപ്പ് അളവിൽ, അതായത് 125 ml 10-12 സ്പൂൺ ഈ അളവിലാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കേണ്ടത്. ഇത് മുഴുവനായും കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. 800 മുതൽ 900 ml പാലാണ് കുഞ്ഞിനിപ്പോൾ നൽകേണ്ടത്. ഭക്ഷണത്തിന് മുമ്പും ശേഷവും ഓരോ സിപ്പ് വെള്ളം നൽകാവുന്നതാണ്. അമ്മയ്ക്ക് പാല് കുറവുണ്ടെങ്കിൽ 3 നേരം ഫുഡ് നൽകാം. എന്നാൽ ഐഡിയലി 2 നേരം നൽകിയാലും മതിയാവും. 3 നേരം ഫുഡ് നൽകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എന്നിങ്ങനെ കൊടുക്കാം. 3 നേരത്തിൽ ഒന്ന് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ പ്യൂരിയായി നൽകാവുന്നതാണ്. കഴിവതും രാത്രിയിൽ ഭക്ഷണം 4 മുതൽ 5 മണി ഈ സമയത്തിനുള്ളിൽ നൽകുക. കുറുക്ക് ഉണ്ടാക്കുമ്പോൾ കാലറി കൂട്ടുവാനായി 1/4 ടീസ്പൂൺ നെയ്യ്, തേങ്ങാപ്പാലൊക്കെ ചേർക്കാവുന്നതാണ്. 7 മാസത്തിലും തരിയില്ലാതെ സ്മൂത്തായ കൺസിസ്റ്റൻസിയിൽ തന്നെ ഫുഡ് കൊടുക്കുക. ഫ്രൂട്ട്സ് നൽകുന്നതോടൊപ്പം അധികം മധുരം, പുളി ഒന്നും ചേർക്കാത്ത പ്ലെയിൻ യോഗട്ടും നൽകാവുന്നതാണ്. കുറുക്കുണ്ടാക്കുമ്പോൾ മധുരം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യമെങ്കിൽ മാത്രം പനങ്കൽക്കണ്ടം, ശർക്കര ഇവ ചേർക്കാം. വൈറ്റ് ഷുഗർ, ചോക്ലേറ്റ് എന്നിവയെല്ലാം തീർത്തും ഒഴിവാക്കുക. ബിസ്ക്കറ്റ്, ബ്രെഡ് ഇവയൊക്കെ പ്രോസസ്ഡ് ഫുഡാണ്. ഇതൊന്നും നൽകേണ്ട ആവശ്യമില്ല. കുറുക്ക് ഒരിക്കലും ബോട്ടിലിലാക്കി കൊടുക്കരുത്. ഇത് കുഞ്ഞിനെ വിശപ്പ് തിരിച്ചറിയാൻ കഴിയാതെ വരിക വഴി അമിതവണ്ണത്തിന് കാരണമാകും. കുഞ്ഞിന് ഈ പ്രായത്തിൽ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല, വെള്ളം എന്നിവ മാത്രം കൊടുക്കുക. ഫ്രൂട്ട് ജ്യൂസ്, പശുവിൻ പാല്, തേൻ ഒക്കെ ഒഴിവാക്കുക. 7-ാം മാസത്തിലെ 30 ദിവസത്തേക്കുള്ള ഡയറ്റ് ചാർട്ട് എങ്ങനെയെന്ന് നോക്കാം.